ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ രജിസ് കുമാർ സാറ് വന്നിട്ട് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് സംസാരിച്ചു. ഏതായാലും അത് ആരെങ്കിലും ഒക്കെ എടുത്തൊന്ന് സംസാരിക്കുന്നത് നല്ലൊരു വിഷയം തന്നെയാണ്. കാരണം ഇപ്പൊ അശ്വിനി പർപ്പിൾ ഒക്കെ 1 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. മാസ വരുമാനം 1 കോടി രൂപ. ആ ഒരു കേരളത്തിന്റെ ചെറുപ്പക്കാരുടെ ഇടയിലെ ആ ഒരു വിഷയത്തിലുള്ള ഒരു ദാരിദ്ര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് കാണാനാണ് സത്യം പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ച പോലെ തന്നെ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം പോകുന്നത്. അപ്പൊ ഈ മെയ് അനങ്ങാതെ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാനുള്ള സൂത്രവിദ്യയും അങ്ങനെ ഒരു മെസ്സേജും കൂടെ പുതിയ ന്യൂജനിലേക്ക് ഇവർ എത്തിക്കുന്നുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പെൺകുട്ടികളൊക്കെ വേണമെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കാം. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കണ്ടോണ്ട് പോവുകയല്ലേ ഉള്ളൂ, കൊണ്ടോണ്ട് പോവില്ലല്ലോ എന്നുള്ള ആ ഒരു തിയറിയിൽ വേണേ വിശ്വസിക്കാം. കാരണം ഈ സബ്സ്ക്രിപ്ഷനിലൂടെ കാണിക്കേണ്ട ഭാഗങ്ങളെല്ലാം തുറന്ന് കാണിക്കുമ്പോഴും ആരും തൊട്ടൊന്നും നോക്കുന്നില്ല, തൊടാൻ അനുവദിക്കുന്നില്ല. അപ്പൊ പിന്നെ കണ്ടോണ്ടല്ലേ പോവുള്ളൂ, നമുക്ക് വിഷയമല്ലല്ലോ എന്നുള്ള ഒരു തിയറി വിശ്വസിച്ചാണ് ഇവരൊക്കെ ഇപ്പൊ കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ രജിസ് സാറ് നല്ലപോലെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി അതിന്റെ ലാസ്റ്റ് കൊണ്ട് പറഞ്ഞൊരു വാചകം ആദ്യം കേൾപ്പിക്കാവേ. അവിടെ പോയി സംഗതി അതൊന്ന് കേൾപ്പിക്കാം. 2, ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷം എന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്ത നല്ല വ്യക്തിത്വങ്ങളാണ് ഇന്ന് കൂടുതൽ സൗന്ദര്യത്തോടുകൂടി ജനിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ദൈവാനുഗ്രഹത്തോട് കിട്ടിയ സൗന്ദര്യങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആസക്തമായ കണ്ണുകളോടെയും മനസ്സുകൊണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നവരറിയുന്നില്ല ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതിപീഠകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്കും മെഡിസിൻ ഈ പണം പോകുമെന്നും ഒരു ബൈബിൾ വചനവും കൂടെ ഈ ഇപ്പൊ രജിസ് സാർ പറഞ്ഞു വിട്ടതിനെല്ലാം മറുപടി നിമിഷ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. പക്ഷെ ഇതിനൊരു മറുപടി പറയാം. സാർ ഈ പറയുന്ന എല്ലാം വളരെ നല്ല കാര്യമായിരുന്നു. ലാസ്റ്റ് കൊണ്ടെയാണ് ഈ വാചകം പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രം എനിക്ക് യോജിപ്പില്ല. ആർക്കും യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേദം പഠിച്ചിട്ടൊക്കെ ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ ഒന്ന് ആലോചിച്ചേ, ഇപ്പൊ ഇവര് നഗ്നമായ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഇവർക്ക് ആൾക്കാരത് നോക്കി ആസ്വദിക്കുന്നതുകൊണ്ടും അവർക്ക് ക്യാൻസർ വരാം എന്ന് പറയുന്നത് മണ്ടത്തര. അത് പൂർണ്ണമായിട്ട് 100% മണ്ടത്തര. കാരണം നമ്മൾ പണ്ട് ചെറുപ്പകാലത്ത് കോളേജിൽ പോകുമ്പോൾ പഴയ കാലത്ത് ഇപ്പൊ അതൊന്നുമില്ല, പൂവാലന്മാരെന്ന് പറഞ്ഞ് സൈഡിൽ ഇരുന്ന് നോക്കുന്നവരില്ലേ, അങ്ങ് കോളേജിന്റെ വാതൊക്കെ വരെ കൊണ്ടുവിട്ട് വെച്ച് തിരിച്ചു വരുന്നവരില്ലേ, അല്ലെ? എത്രയോ ആൾക്കാർ വായി നോക്കും പല രീതിക്ക്. സാരി എടുത്തു പോയാലും നോക്കും, ഇടത് സൈഡ് ചേർന്ന് നിൽക്കാന്ന് പറയാറില്ലേ ആ പുരുഷന്മാര്? അങ്ങനെ നോക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ നോക്കുന്നത് കൊണ്ട്, അല്ലെ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചത് കൊണ്ട്, അല്ലെ അവളുടെ നഗ്നമായ വയറോ പുറവോ എവിടെയൊക്കെ കണ്ടതുകൊണ്ട് അവൾക്ക് ക്യാൻസർ വരും എന്ന് അത് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാം 100% സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ തലമുറയെ വഴി തെറ്റിക്കുന്നത് തന്നെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി. ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് എൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. പലരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മൂല്യബോധവും സാംസ്കാരിക തനിമയുമുള്ള വ്യക്തികളുടെ എണ്ണം ഉണ്ടെങ്കിലും പലയിടത്തും നിശബ്ദത പാലിക്കുന്നു, ആരെയൊക്കെ പേടിച്ചിട്ട്. അങ്ങനെ മലയാളി, നമ്മുടെ സമൂഹം, നമ്മുടെ നാട് കുറച്ചു പേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 2 വാക്ക് പറയാൻ പോകുന്നത്. പല രാഷ്ട്രീയ ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ് സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ ഉടായ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ പ്രതികരണം നിർത്തിവെച്ചിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്, താല്പര്യമില്ല. ഈ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പണിയെടുക്കാതെ ഇപ്പൊ തന്നെ പുതിയ തലമുറ മയക്കുമരുന്നിന് അഡിക്റ്റാണ്, ഓൾറെഡി അഡിക്റ്റാണ്. രണ്ടാമത് മൊബൈൽ ഫോൺ, അന്ന് ആ കൊറോണ കാലത്ത് മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ എന്ന് കൊടുത്തു, അന്ന് തൊട്ട് കുട്ടികൾ അതിന് അഡിക്റ്റായി പോയിട്ട് ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ കണ്ടതിന് ശേഷം ഇപ്പൊ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റാതെ പല കുട്ടികളും വിദ്യാഭ്യാസം നിർത്തിയിട്ടുണ്ട് കേരളത്തിൽ. കാരണം പിന്നീട് അവര് ഡിപ്രഷനിലേക്കൊക്കെ പോവുകയെടുക്കുക. പലരും ഡിപ്രഷനിലേക്കാവും. ഓമന വാക്കിട്ട് വിളിക്കും ഡിപ്രഷൻ. എന്തോ കേൾക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നും. പക്ഷെ ആ അവസ്ഥ അങ്ങനെയല്ല. പല കുട്ടികളുടെയും ജീവിതം തന്നെ താറുമാറായി പോയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ സ്വാധീനവും മൊബൈൽ ഫോണും കൊണ്ട്. പറയുന്നതൊക്കെ വളരെ ശരി തന്നെയാണ്. ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും കുറേ പെൺകുട്ടികളും
ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറേ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാൾ താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. തിരക്കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഇംഗ്ലീഷ് സിനിമയായാലും മലയാള സിനിമയായാലും ഏത് ലാംഗ്വേജിലായാലും അവർ അത് പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി അഭിനയിക്കുകയോ ചെയ്യട്ടെ. അത് ജോലിയുടെ ധാർമ്മികത, അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തൻ്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണമുണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാ ധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിലുണ്ടാവില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക. സിനിമയിൽ ഏതെങ്കിലും ക്യാരക്ടറിന് ആവശ്യമായിട്ട് നഗ്നമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യും എന്നുള്ള നമ്മൾ തന്മാത്ര സിനിമയിൽ ലാലേട്ടൻ നഗ്നനായിട്ട് എഴുന്നേറ്റ് കട്ടിലേന്ന് നടന്നു പോകുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ അകത്ത് ഡൂപ്പില്ലാതെ ആ കൂടെ അഭിനയിച്ച നടി അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമയിൽ ആവശ്യമായിട്ട് സീനുകൾക്ക് വേണ്ടി ചെയ്യാറുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. സിനിമ എന്നൊരു കലാരൂപത്തെ ഏറ്റവും ഒറിജിനാലിറ്റി ആയിട്ട് തോന്നാനും ഏറ്റവും മനോഹരമാക്കാനും ഒരു കാവ്യം പോലെ മനോഹരമാക്കാൻ വേണ്ടി അവര് എന്തെങ്കിലുമൊക്കെ സ്ത്രീകൾ തുറന്നു കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ കഥയ്ക്ക് അനുകൂലമാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേങ്കിൽ മറു സൈഡ് വേറൊന്നുണ്ട്. സിനിമാ ലോകത്ത് ഇപ്പൊ ഈ നിമിഷ ഇപ്പൊ ഇതിന്റെ മറുപടി പറയുന്നുണ്ട്. നിമിഷ പറയുന്ന മറുപടിക്കകത്ത് അതിൻ്റെ അകത്ത് ഒരു സത്യം കിടപ്പുണ്ട്. സിനിമാ ലോകത്ത് ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ ക്യാമറയ്ക്ക് പുറകിൽ കുറെ അനീതി നടക്കുന്നുണ്ട്. ആ അനീതിയെ നിമിഷ ചോദ്യം ചെയ്യുന്നുണ്ട്. നമുക്ക് നിമിഷ പറയുന്നത് കേൾക്കാം. പറയുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എന്തെങ്കിലും പറയട്ടെ, എനിക്ക് ആരോടും ഒരു പരാതിയില്ല. പിന്നെ ഈ രഞ്ജിത്ത് സാർ പറഞ്ഞതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ രഞ്ജിത്ത് സാറിന് പറയാനായിട്ട് എന്തിതാണുള്ളത്? അദ്ദേഹം പറഞ്ഞ സിനിമയിൽ അത് ക്യാരക്ടറാണ്. സിനിമയിൽ അത് ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സിനിമയിൽ ന്യൂഡിറ്റി വേണമെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ ഈ സിനിമയിൽ പുറകെ നടക്കുന്ന ഈ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി എന്താണ് സാർ സംസാരിക്കുന്നത്? ഇതേ സിനിമാ ഫീൽഡിൽ തന്നെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ലേഡീസ് അവസരങ്ങൾ ചോദിച്ചു ചെന്നിട്ട്, ഈ ഞാനടക്കം അവസരങ്ങൾ ചോദിച്ചു ചെല്ലുമ്പോൾ ഒറ്റയ്ക്ക് വരാവുള്ളേ, കെട്ടിയവനെ കൂടെ കൊണ്ടുവരല്ലേ? പിന്നെ പ്രസവിച്ചതാണോ? ബോഡി ഷേപ്പ് ഉണ്ടോ? സ്ട്രെച്ച് മാർക്ക് ഉണ്ടോ? ബ്രസ്റ്റിന്റെ സൈസ് എത്രയാ? പാൻറ്റിയുടെ സൈസ് എത്രയാ? ഇമാതിരി ചോദ്യങ്ങൾ ഞങ്ങളൊക്കെ നേരിടണം എന്നാണ് സാറ് പറയുന്നത്. സ്വന്തം ചാനലിൽ കിട്ടുന്ന ഒരു ഓപ്ഷൻ മെമ്പർഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ സബ് ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് മ്ലേച്ഛവും തെറ്റുവാണെന്നാണ് സാറ് പറയുന്നത്. ഇത് സിനിമയ്ക്ക് പുറകിൽ ഇത് പബ്ലിക്കായിട്ട് ആരും കാണുന്നില്ലല്ലോ അല്ലേ? പബ്ലിക്കായിട്ട് കാണുമ്പോൾ അതെല്ലാം കുറ്റവും, സൈഡ് ആരും കാണാതെ മറഞ്ഞിരുന്ന് കള്ളവടി വെക്കാൻ പോകുന്നതൊക്കെ ന്യായം എന്നാണ് സാർ പറഞ്ഞു വരുന്നത്. എന്താണ് സാർ ഇത്? സാറ് ഞാനൊരു വേഷമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞ കാര്യമുണ്ട്, ഒരു സീനുണ്ട്, ഇച്ചിരി എക്സ്പോസ് ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് കിടപ്പുണ്ട് മെസ്സേജ്, എക്സ്പോസ് ഒക്കെ വരുമെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല, പിന്നെ ഞാൻ മെസ്സേജ് അയക്കാനും പോയിട്ടില്ല, പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല. എക്സ്പോസ് വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് പോയി സിനിമയുടെ ക്യാമറയിൽ പോയി എനിക്ക് സാധിക്കത്തില്ല, ഉള്ള കാര്യം പറയല്ലോ. പിന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അത് നാട്ടുകാരുടെ ക്യാമറമാൻ്റെ മുന്നിൽ മൊത്തം തുണി ഊരി കിടക്കാനാണ് ആൾക്കാർ പറയുന്നത്. സ്വന്തം കെട്ടിയൻ വീഡിയോ ഫോട്ടോ എടുക്കുന്നതിന് കുറ്റം, അത് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന കെട്ടിയവനെ എല്ലാവരും അടിച്ചു താഴ്ത്തുക. ഒരു കുടുംബജീവിതം ഡിവോഴ്സായി പോയ ആൾക്കാർക്ക് മാത്രം എന്താ പറയുക മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാൻ പാടുള്ളൂ. കുടുംബമായിട്ടിരിക്കുന്ന ആരും ചെയ്യാൻ പാടില്ല എന്നാണ് സമൂഹം പറയുന്നത്. ഉപേക്ഷിക്കാനാണ് എല്ലാവരും പറയുന്നത്, ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്ന്. ഈ ഒരു സംഭവം നിമിഷ പറഞ്ഞതിനോട് 100% എനിക്ക് യോജിപ്പാണ്. സിനിമാ ലോകത്ത് ക്യാമറയ്ക്ക് പുറകെ നടക്കുന്ന ആ ചോദ്യങ്ങളെല്ലാം വളരെ ശരിയാണ്. അങ്ങനെ തന്നെയാണ് സ്ത്രീകളോട്. അവിടെ സ്ത്രീകളെ വെറും ഒരു ഉപകരണം. ഈ അടുത്ത് നമ്മൾ കേട്ടല്ലോ കാരവാനി വെച്ച് പിടിച്ചൊക്കെ. ഇതൊരു പണ്ട് തെക്കൂസിയുടെ കാലം തൊട്ടങ്ങാണ്ട് സ്ത്രീകളെ ഇങ്ങനെ ഒരു ഉപകരണമായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് ക്യാരക്ടറിന് വേണ്ടി കാണിച്ചു കൊടുക്കാന്നുള്ളത് മനോഹരം തന്നെ. പക്ഷെ അതിന്റെ പുറകില് ക്യാമറയ്ക്ക് മുന്നിൽ പുറകിൽ കാണിക്കുന്നത് സ്ത്രീകളെ വളരെ മിസ്യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. നിമിഷ പറഞ്ഞത് ശരി തന്നെയാണ്.
അപ്പം രജി സാർ പറഞ്ഞത് കുറെയൊക്കെ ഈ സമൂഹം നശിപ്പിക്കുന്നു പറഞ്ഞത് വളരെ ശരി. പക്ഷെ ആ ക്യാൻസർ വരുമെന്നും അല്ലെങ്കിൽ ഈ ഇപ്പൊ നിമിഷ പറഞ്ഞ പോലത്തെ അതിനോടൊന്നും എനിക്കും യോജിപ്പില്ല. കുറച്ച് കാര്യം ശരിയായി. ഇങ്ങനെയാണ് രജി സാറ് സത്യം പറഞ്ഞ ശ്രീവിരുത്തൻ എന്നുള്ള ഒരു പേര് മേടിച്ചെടുത്തത്. ഇങ്ങനെ സംസാരിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് പണ്ട് ജീൻസ് ഇടുന്ന കാര്യം പറഞ്ഞ് അങ്ങനെയാണ് ശ്രീവിരുത്തൻ എന്നുള്ള പേര് മേടിച്ചെടുത്തത്. ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ്. ഇതിപ്പോ ഒരു സ്ത്രീയുടെ നഗ്നത മറ്റൊരു പുരുഷനോ അല്ല ആയിരക്കണക്കിന് പുരുഷൻ നോക്കിയാലും ആ സ്ത്രീക്ക് ക്യാൻസർ ഒന്നും വരാൻ പോകുന്നില്ല. അതേപോലെ പുതിയ തലമുറയെ നശിപ്പിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ. ഒരു മാറ്റവുമില്ല. അത് 100% ശരി തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.